ഐ ആം എ നോർമൽ ഹൗസ് വൈഫ്. ക്യാൻ ഐ ബിഗിൻ ടു പ്രാക്ടീസ് ആത്മവിചാര വിത്ത് കോൺഫിഡൻസ്? ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. എനിക്ക് ആത്മവിശ്വാസത്തോടെ ആത്മവിചാരം തുടങ്ങാനാകുമോ എന്നാണ് ചോദ്യം. ആസ് someone with family responsibilities, is it truly possible for an ordinary person like me to become a vacant? കുടുംബ ഉത്തരവാദിത്വങ്ങൾ, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരാൾ എന്ന നിലയിൽ എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരിക്ക് എവേക്കൻ്റ് ആകാൻ സാധിക്കുമോ എന്നാണ് ചോദ്യം. മോക്ഷപ്രാപ്തി ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചത്. ഇതാണ് ഹൗസ് വൈഫ് അല്ലേ, വീട്ടമ്മ. എന്താണ് ഈ വീട്ടമ്മ എന്ന് പറഞ്ഞാൽ? അതൊരു ടൈറ്റിൽ മാത്രമല്ലേ, ഒരു നാമം മാത്രമാണ് ഹൗസ് വൈഫ്, വീട്ടമ്മ. നിങ്ങൾ വീട്ടമ്മയല്ല, നിങ്ങളൊരു അധ്യാപികയാണെങ്കിൽ ഞാനൊരു അധ്യാപിക എന്ന് പറയും. വല്ല വ്യത്യാസമുണ്ടോ? ടൈറ്റിലിന് മാത്രമേ മാറ്റമുള്ളൂ, നാമത്തിന് മാത്രമേ മാറ്റമുള്ളൂ. നിങ്ങളൊരു ഡോക്ടറാണെന്ന് പറയും, ചിലപ്പോൾ ഒരു എഞ്ചിനീയറാണെന്ന് പറയും, അല്ലെങ്കിൽ ഒരു കൽപ്പണിക്കാരനാണെങ്കിൽ അതാണെന്ന് പറയും, മാസനാന്ന് പറയും. എല്ലാം ടൈറ്റിൽസ്, എല്ലാം നാമങ്ങൾ മാത്രം. പക്ഷെ ഈ നാമങ്ങളെ നമ്മൾ എങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത്? എന്തോ ഒരു പശ കൊണ്ട് നമ്മൾ ഒട്ടിച്ചു വെച്ചിരിക്കുക. ഈ പശയാണ് ശരിക്കും മനസ്സ്. എൻ്റെ മനസ്സിൽ ഞാൻ പറയുകയാണ് ഇതാണ് ഞാൻ എന്ന്. ഓൾറെഡി ക്വസ്റ്റനർ സമർത്ഥിച്ചു കഴിഞ്ഞു, ഞാൻ ഹൗസ് വൈഫാണെന്ന്. ഇതിനൊന്നുകൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ, ഒന്നുകൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു വിശേഷണം ചേർത്തു. എന്താ പറഞ്ഞെന്നറിയോ? ഞാനൊരു സാധാരണ ഹൗസ് വൈഫാണ്, ഐ ആം എൻ ഓർഡിനറി ഹൗസ് വൈഫ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിശേഷണം എന്തിനാ ചേർത്തത്? ചിലതൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഉറപ്പിക്കാൻ നോക്കുന്നത്? എനിക്ക് ആത്മവിചാരം ചെയ്യാൻ കഴിയുമോ എന്ന സംശയം അങ്ങനെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാനൊരു സാധാരണ വീട്ടമ്മയാണ് എന്ന് പറഞ്ഞത്. മനസ്സിൽ ഈ ഒരു സംശയമുണ്ട്, അപ്പം അങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലേ. അസാധാരണ കഴിവുള്ളൊരു വീട്ടമ്മയാണെങ്കിൽ എനിക്ക് പറ്റുമായിരുന്നേനെ എന്ന് പറയാണ്. അല്ലെങ്കിൽ ഞാൻ വീട്ടുജോലിയൊക്കെ ചെയ്യുന്ന ഒരു അമ്മയാണ്, പക്ഷെ എനിക്ക് സർക്കാർ ജോലിയുണ്ട് എങ്കിൽ എനിക്ക് ആത്മവിചാരം പറ്റിയേനെ. ഇതാണ് സബ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു മെസ്സേജ്. ഇതിപ്പോൾ ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണേ, അതുകൊണ്ട് എനിക്ക് സംശയം വന്നു, അത്രയേ ഉള്ളൂ. അതാണ് ചോദ്യം അല്ലേ. പക്ഷെ ഇത്രയും പറഞ്ഞപ്പോഴും സംശയം ഉറപ്പ് പോരാന്നുള്ളൊരു തോന്നൽ എവിടെ ഉണ്ടായോ? സംശയമുണ്ട്, മറ്റത് ചിലത് കൂടി കൂട്ടിച്ചേർക്കണം എന്ന് തോന്നി, അപ്പോൾ കൂട്ടിച്ചേർത്തു. എന്താത്? എനിക്ക് ഫാമിലി റെസ്പോൺസിബിലിറ്റീസും ഉണ്ട്, കുടുംബ ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. അപ്പോൾ നോക്കൂ, ഞാനൊരു വീട്ടമ്മയാണ്, സാധാരണ വീട്ടമ്മ കേട്ടോ. കൂടെ ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. വീട്ടിലത്തെ കാര്യം നോക്കണം, ഭർത്താവിൻ്റെ കാര്യം നോക്കണം, മക്കളുടെ കാര്യം നോക്കണം, എല്ലാം നോക്കണം. ഇതോടൊപ്പം എനിക്ക് ജ്ഞാനമാർഗത്തിലൂടെ പോകണം. ഇത്രയും ടഫായിട്ടുള്ളൊരു പരിപാടിയാണിത്. ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താ തന്നെ അറിയില്ല. എന്തൊക്കെയോ ക്ലാസ്സിൽ പറയുന്നുണ്ട്, കുറേ പേര് കുറേ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്, അവർക്ക് എന്തോ കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. ദൈവത്തിനറിയാം. ഞാനൊരു സാധാരണ ഹൗസ് വൈഫാണ്, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ഇഷ്ടംപോലെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. എന്താണ് ഈ ജ്ഞാനം? ഇതാണോ ജ്ഞാനം? ഐ ആം എൻ ഓർഡിനറി ഹൗസ് വൈഫ്, ഇത് ജ്ഞാനമാണോ? ആദ്യം ചോദിക്കണം. എനിക്ക് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഇതാണോ അറിവ്? അല്ലെങ്കിൽ ഇതാണോ നിങ്ങൾ എന്ന് ചോദിക്കണം. നിങ്ങൾ ഒരു സാധാരണ ഹൗസ് വൈഫാണോ? ഇതെല്ലാം ശരിക്കും ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള നാമങ്ങൾ മാത്രമാണ്, പേരുകൾ മാത്രമാണ്, വിവരങ്ങളാണ്. പക്ഷെ ഇതൊക്കെ ഉറപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ മറ്റ് ചില സംഗതികൾ ഉറപ്പിക്കുന്നുണ്ട്. അത് ഉറപ്പിച്ചാലേ ഞാനിവിടെ ഹൗസ് വൈഫാന്ന് പറയാൻ പറ്റുള്ളൂ. അത് ഉറപ്പിച്ചാൽ മാത്രമേ എനിക്കിതുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. എന്തായിരിക്കും അത്? ഐ ആം എ വുമൺ. പറയാതെ പറഞ്ഞു, ഞാനൊരു സ്ത്രീയാണ് എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്, ഇല്ലേ? അതിനുശേഷമല്ലേ ഞാൻ വീട്ടമ്മയാന്ന് പറഞ്ഞത്? ആണ്. ഞാൻ ഒരു സ്ത്രീയാണ് എന്ന് ഉറപ്പിക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടെ ഉറപ്പിച്ചിട്ടുണ്ട്, അതും പറഞ്ഞില്ല. അതെന്താണെന്നറിയോ? ഞാൻ ശരീരമാണ് എന്ന്. ഞാൻ ഈ ശരീരമാണെന്ന ഉറപ്പെനിക്കുണ്ട്. സ്ത്രീ പുരുഷ ഭിന്നതകൾ ശരീരത്തിലല്ലേ ഉള്ളത്. ഞാൻ ശരീരമല്ലാതെ ഞാൻ എങ്ങനെയാണ് സ്ത്രീയാവുക?
ഞാൻ സ്ത്രീയല്ലാതെ ഞാൻ എങ്ങനെയാണ് വീട്ടമ്മയാവുക? ഇങ്ങനെയാണ് നമ്മൾ ഓരോന്ന് ഉറപ്പിച്ചുറപ്പിച്ച് പോകുന്നത്. ഓക്കെ. അപ്പോൾ സെവറൽ ലേയേഴ്സ് ഉണ്ട്. ഇതാണോ ശരിക്കും ജ്ഞാനം? ഇതെല്ലാം മുട്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതാണ് ശരിക്കും അജ്ഞാനം. അതാണ് പ്രശ്നം. സാധാരണ വീട്ടമ്മ ആയതുകൊണ്ടല്ല ഈ പാത്ത് പറ്റാതെ വരുന്നത്. ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത് കൊണ്ടല്ല ഇത് ചെയ്യാൻ പറ്റാതെ വരുന്നത്. ഞാൻ ഒരു സ്ത്രീയാണ് എന്ന വിചാരമല്ല ഇത് ചെയ്യാൻ പറ്റാതെ വരുന്നത്. ഞാൻ ഈ ശരീരമാണ് എന്ന തെറ്റായ ധാരണയാണ് പ്രശ്നം. അത് മാറിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കൊഴിഞ്ഞു പോകും. മഹർഷി പറയുന്നു, എവ്രി വൺ നോസ് ഐ ആം, നോ വൺ ക്യാൻ ഡിനൈ ഹിസ് ഓൺ ബീയിങ്. ഞാൻ എന്നത് എല്ലാവർക്കും അറിയാം. സ്വന്തം അസ്തിത്വത്തെ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല എന്നാണ് മഹർഷി പറയുന്നത്. നോ വൺ ക്യാൻ ഡിനൈ ഹിസ് ഓൺ ബീയിങ്. ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അയാമിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ മറ്റെന്തെങ്കിലും കൂട്ടുപഠിക്കണം. വീട്ടമ്മയാണെങ്കിലും അല്ലെങ്കിലും അയാം അവിടെ ഉണ്ടല്ലോ, ഉണ്ട്. ശേഷമല്ലേ വീട്ടമ്മ വന്നത്. കുടുംബ ഉത്തരവാദിത്വങ്ങൾ, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാം അവിടെ ഇല്ലേ? ഉണ്ട്. ഞാൻ എന്ന ബോധം എപ്പോഴും ഇല്ലേ? എപ്പോഴും ഉണ്ട്. പക്ഷെ ചോദ്യത്തിൽ പറഞ്ഞു, എനിക്ക് കോൺഫിഡൻസോടെ ചെയ്യാൻ പറ്റുമെന്ന്. ക്യാൻ ഐ ബിഗിൻ ടു പ്രാക്ടീസ് ആത്മവിചാര വിത്ത് കോൺഫിഡൻസ് എന്നാണ് ചോദിച്ചത്. എന്തിനാ കോൺഫിഡൻസിൻ്റെ ആവശ്യം ആത്മവിചാരം ചെയ്യാൻ? റെസിഡൻഷ്യൽ അസോസിയേഷനിൽ ഭാരവാഹിയായിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞായിരിക്കും. അപ്പോൾ പറയാം എനിക്ക് കോൺഫിഡൻസ് കുറവാണ്. അല്ലെങ്കിൽ ഒരു ഒരു ക്ലബ്ബിൽ നിന്ന് ആരോ വിളിച്ച് പറഞ്ഞു നിങ്ങൾ ക്ലബ്ബിൽ ചേരണം, ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യണം. എനിക്ക് സമയമില്ല, കാരണം എനിക്ക് ഇഷ്ടംപോലെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഞാനൊരു ഹൗസ് വൈഫാണ്, കോൺഫിഡൻസ് കുറവാണ്, ഇതൊക്കെ അവിടെ പറയാം. അല്ലെങ്കിൽ വീട്ടിൽ സെൻസസ് എടുക്കാൻ വരുമ്പോൾ അവരോട് പറയാം ഞാനൊരു ഹൗസ് വൈഫാണ്. ഇതൊന്നും ആത്മവിചാരത്തിൽ യാതൊരു പ്രസക്തിയും ഇല്ലാത്ത കാര്യമാണ്. നിങ്ങൾ ഹൗസ് വൈഫ് ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, ടീച്ചർ ആയിക്കോട്ടെ, നിങ്ങൾ കുടുംബ ഉത്തരവാദിത്വം ഉണ്ടായിക്കോട്ടെ, ആത്മവിശ്വാസം കുറവായിക്കോട്ടെ, ഇതൊന്നും ജ്ഞാനമാർഗത്തിൽ ഒരു തടസ്സമല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ജ്ഞാനമാർഗത്തിൽ ഞാൻ എന്ന സത്യം അവിടെയുണ്ടോ? ജീവിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് ആത്മവിചാരം. കാരണം ഞാൻ മാത്രം മതി, വേറൊന്നും വേണ്ട. മറ്റെല്ലാത്തിനും വേറെന്തെങ്കിലും വേണം. ഭക്തി മാർഗമാണെങ്കിൽ വേറൊരു ഒബ്ജക്റ്റ് വേണം ഭക്തിക്ക് വേണ്ടിയിട്ട്, അല്ലേ? കർമ്മത്തിനാണെങ്കിൽ കർമ്മം ചെയ്യാൻ എന്തെങ്കിലും പദ്ധതി വേണം, വേണ്ടേ? ഇനി ധ്യാനമാണെങ്കിൽ വേറെ എവിടെയെങ്കിലും ഫോക്കസ് ചെയ്യാനൊരു സ്ഥലം വേണം. ഇതിലൊന്നും വേണ്ട. ഇതിൽ ഞാൻ മാത്രം മതി. സോ ഇറ്റ് ഇസ് സോ സിമ്പിൾ. ഇപ്പോൾ ഐ ആം എ ഹൗസ് വൈഫ്, ഐ ആം എ വുമൺ, ഐ ആം ദ ബോഡി, ഐ ആം ദ മൈൻഡ്, ഐ ആം കോൺഫിഡൻറ്റ്. ഇതൊക്കെയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഇതൊക്കെ സ്ട്രൈക്ക് ഓഫ് ചെയ്യാം. ഇങ്ങനെ സ്ട്രൈക്ക് ഓഫ് ചെയ്യുന്നതിനാണ് നമ്മൾ നേത്തി നേത്തി എന്ന് പറയുന്നത്. നോട്ട് ദിസ്, നോട്ട് ദിസ്. ഇതല്ല ഞാൻ ഹൗസ് വൈഫ് അല്ല. അത് പുറമെ ആൾക്കാരോട് പറഞ്ഞാൽ മതി. ഈ മാർഗത്തിൽ വരുമ്പോൾ യു ആർ നോട്ട് എ ഹൗസ് വൈഫ്, യു ആർ നോട്ട് എ വുമൺ, യു ആർ നോട്ട് ദ ബോഡി, ശരീരമല്ല, യു ആർ നോട്ട് ദ മൈൻഡ്, ഇതൊന്നുമല്ല. ആത്മവിചാര ധ്യാനം ചെയ്യുന്ന സമയത്ത് മനസ്സിലേക്ക് ഇങ്ങനെ ഓരോ തോന്നൽ വരും, ഞാൻ ഇതാണ്, ഞാൻ ഇതാണ്. മനസ്സ് എന്ത് പറയുന്നുവോ അതല്ല എന്ന് ഉറപ്പിക്കണം. മനസ്സാണല്ലോ പറയുന്നത്. മനസ്സൊരിക്കലും സത്യം പറയില്ല കേട്ടോ. മനസ്സ് എന്ത് പറഞ്ഞാലും സ്വീകരിക്കരുത്. മനസ്സ് പറയും നിങ്ങൾ എവേക്കൻഡായി, എൻലൈറ്റൻഡായി. ഒരിക്കലും വിശ്വസിക്കരുത്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സംഗതിയെ വിശ്വസിക്കാൻ കഴിയാത്തതുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് മാത്രമാണ്. ഡോണ്ട് ട്രസ്റ്റ് യുവർ മൈൻഡ്. ആ മനസ്സാണ് ഇതൊക്കെ എങ്ങനെയാന്ന് പറയുന്നത്. അപ്പോൾ ആ പറയുന്നതൊക്കെ തെറ്റാ. ആത്മവിചാരത്തിലേക്ക് വരുന്ന സമയത്ത് എല്ലാത്തിനെയും നമ്മൾ ഖണ്ഡിക്കണം. നേത്തി നേത്തി, ഇതല്ല, ഇതല്ല ഞാൻ. ചിലർ പറയും ഞാൻ സെൽഫിനെ അറിഞ്ഞു എന്ന്. അതാരാ പറയുന്നത്? മനസ്സാ പറയുന്നത്. മനസ്സ് പലതും പറയും. മനസ്സാണ് നമ്മളെ കബളിപ്പിക്കുന്നത്. നമുക്ക് ഈ മാർഗം ശരിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രധാന കൾപ്രിറ്റ് ആരറിയോ? മനസ്സാണേ. ആ മനസ്സ് പറയുന്ന ഓരോ ഉത്തരവും നേത്തി നേത്തി എന്ന് പറഞ്ഞ് തള്ളിക്കളയണം. ഇതാണ് നമ്മുടെ വഴി. ഓൾ റൈറ്റ്. അപ്പോൾ ഇതൊന്നുമല്ല ഞാനെങ്കിൽ പിന്നെ ഞാൻ എന്താ? അതാണ് ചോദ്യം.
ഇതെല്ലാം അറിയുന്ന ബോധമാണ് നിങ്ങൾ. ഹൃദയത്തിലാണ് സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളത് അല്ലേ? എല്ലായിടത്തുള്ള ആ ചൈതന്യം എനിക്ക് എൻ്റെ ഹൃദയത്തിലാണ് അറിയാൻ കഴിയുക. സ്വന്തം ശരീരത്തിനും മനസ്സിനും അപ്പുറത്തുള്ള ഒരു സത്യം, അതാണ് ഞാൻ. ആ ബോധമാണ് ഞാൻ. ആ ബോധമാണ് എൻ്റെ ശരീരത്തെ അറിയുന്നത്. ആ ബോധമാണ് എൻ്റെ മനസ്സിനെ അറിയുന്നത്. ലൊക്കേഷൻ ഹാർട്ട് റീജിയനിലാണ്. പക്ഷെ ഹാർട്ടിൽ മെഡിറ്റേഷൻ ചെയ്യരുത് എന്ന് മഹർഷി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മഹർഷി പറയുന്നു, ദ ഹാർട്ട് ഇസ് യൂസ്ഡ് ഇൻ ദ വേദാസ് ആൻഡ് സ്ക്രിപ്റ്റേഴ്സ് ടു ഡിനോട്ട് ദ പ്ലേസ് വെൻസ് ദ നോഷൻ ഐ സ്പ്രിങ്സ്. വെൻസ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നതിൻ്റെ അർത്ഥം. ഇപ്പോൾ വേദങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഞാൻ എന്ന ആശയം ഉദിക്കുന്ന സ്ഥലത്തെ സൂചിപ്പിക്കാൻ ഹൃദയത്തെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. സോ അവിടെയാണ് നമുക്ക് ആ ഒരു ഫീലിംഗ് വരിക എന്നാണ് അർത്ഥം വരുന്നത്. എല്ലാത്തിലും അങ്ങനെയാണ് പറയുന്നത്. സോ ദ ഹാർട്ട് മസ്റ്റ് ബി സെറ്റ് ടു ബി ദി എൻറ്റയർ ബോഡി ഓഫ് അവർ സെൽസ് ആൻഡ് ഓഫ് ദി എൻറ്റയർ യൂണിവേഴ്സ് കൺസീവ്ഡ് ആസ് ഐ. അതുകൊണ്ട് ഹൃദയം നമ്മുടെയും പ്രപഞ്ചത്തിൻ്റെയും മുഴുവൻ ശരീരമാണ് എന്ന് പറയണം എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഹൃദയം പ്രപഞ്ചത്തിൻ്റെ ശരീരമാണ്. ഓക്കെ, നമ്മുടെയും ഹൃദയമാണ്. ആ ഹൃദയമാണ് ഞാൻ ആയി സങ്കല്പിക്കപ്പെടേണ്ടിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ്. ദാറ്റ് ഈസ് വാട്ട് ഐ ആം. ഹൗസ് വൈഫ് അല്ല, ടീച്ചറും ഡോക്ടറും ഒന്നുമല്ല. ഓക്കെ, ദോ വൺ സെൽഫ് എക്സിസ്റ്റ്സ് ഇൻസെസെന്റ്ലി ആൻഡ് ഇൻഡ്യൂബിറ്റബിളി ആസ് റിയൽ, ദ ബോഡി ആൻഡ് വേൾഡ് വിച്ച് ആർ അൺറിയൽ അറൈസ് സ്പ്രൗട്ടിങ് ആസ് റിയൽ. ഇത് ആത്മവിദ്യ എന്നുള്ള ഒരു പുസ്തകത്തിലാണുള്ളത്. ആത്മവിദ്യ എന്നുള്ള പുസ്തകം മഹർഷിയുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഡിസൈപ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിലും ഡിസൈപ്പിൾസ് ഇല്ലല്ലോ മഹർഷിക്ക്. മുരുകനാർ എന്ന പേരുള്ള കവി ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള. അപ്പോൾ പലർക്കും ഈ പാത്ത് വളരെ വിഷമം പിടിച്ചതാണ് എന്നുള്ളത് തോന്നൽ വന്ന സമയത്ത് മുരുകനാർ തന്നെ മഹർഷിയോട് പറയുക ചെയ്തത്. മുരുകനാർ എന്താ ചെയ്തതെന്ന് അറിയും? ഒരു കീർത്തനം പോലെ, കീർത്തനത്തിൽ നമുക്ക് എന്തുണ്ടാവും? പല്ലവിയും അനുപല്ലവിയും ചരണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പല്ലവിയും അനുപല്ലവിയും മുരുകനാർ എഴുതി വെച്ചു. എന്നിട്ട് മഹർഷിയോട് പറഞ്ഞു പൂർത്തിയാക്കാൻ, ചരണങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. മഹർഷി അതിന് ചരണങ്ങൾ 5 എഴുതി. അതിൽ ആദ്യത്തെ ചരണമാണത്. ഓക്കെ, സോ മഹർഷി എഴുതിയ പുസ്തകം തന്നെയാണത്. ഏറ്റവും സിമ്പിളാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആത്മവിദ്യ എന്നുള്ള പുസ്തകം എഴുതിയത്. അതിൽ മഹർഷി ആദ്യത്തെ ചരണത്തിൽ പറയാണ്, ദോ വൺ സെൽഫ് എക്സിസ്റ്റ്സ് ഇൻസെസെന്റ്ലി ആൻഡ് ഇൻഡ്യൂബിറ്റബിളി ആസ് റിയൽ, ദ ബോഡി ആൻഡ് വേൾഡ് വിച്ച് ആർ അൺറിയൽ അറൈസ് സ്പ്രൗട്ടിങ് ആസ് റിയൽ. അതായത് നമ്മൾ തന്നെ സംശയാതീതമായും എപ്പോഴും ഉള്ളതായ സത്യമായും നിലനിൽക്കുന്നുണ്ടെങ്കിലും, ദോ വൺ സെൽഫ് എക്സിസ്റ്റ് ഇൻസെസെന്റ്ലി ആസ് റിയൽ, ഏത് സമയവും നമ്മൾ ആ സത്യമായിട്ട് നിലനിൽക്കുന്നുണ്ട് എങ്കിലും, ദ ബോഡി വേൾഡ്, ശരീരവും ലോകവും, വിച്ച് ആർ അൺറിയൽ, സത്യമല്ലെങ്കിലും, അറൈസ് സ്പ്രൗട്ടിങ് ആസ് റിയൽ, യഥാർത്ഥമാണ് എന്ന് തോന്നുന്ന രീതിയിൽ പൊട്ടിമുളയ്ക്കുന്നു, മുള പൊട്ടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ ആശയം ഏതാണ്ട് ക്ലിയർ ആവും. സി, വേൾഡ് അവിടെ കാണുന്നുണ്ടല്ലോ. ബോഡി എന്ന് പറയുന്നത് ശരിക്കും ബോഡി മൈൻഡ് കോംപ്ലക്സ് ആണ്, ഈഗോ ആണ്. താഴെയുള്ളത് സെൽഫാണ്. സോ മഹർഷി എന്താ പറയുന്നത് ഇവിടെ? അൺറിയൽ ആയിട്ടുള്ളത് എന്താണ്? ബോഡി ആൻഡ് ദ വേൾഡ്. ദോ വൺ സെൽഫ് എക്സിസ്റ്റ് ഇൻസെസെന്റ്ലി ആൻഡ് അൺഡ്യൂബിറ്റബിളി ആസ് റിയൽ. റിയൽ ആയിട്ടുള്ളത് സെൽഫാണ്, അതാണ് സത്യം. പക്ഷേ ഈ ശരീരവും ഈ ലോകവും അൺറിയൽ ആണെങ്കിലും അത് സത്യമാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. ഇതാണ് മഹർഷി പറയുന്നത്. ഇത് ശരിക്കും വലിയൊരു അത്ഭുതമല്ലേ? വലിയ അത്ഭുതമാണ്. കാരണം നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ച് സത്യം എന്ന് പറയുന്നത് ഈ ശരീരം തന്നെയാണ്, ഈ ലോകമാണ്. അതിനെ പൂർണ്ണമായും മഹർഷി ഗണ്ണിക്കുകയാണ്. അപ്പോൾ ഈ ശരീരത്തിൽ നമ്മൾ ഒതുങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആത്മവിചാരം പൂർണ്ണമാക്കാൻ സാധ്യമല്ല. ഓക്കെ, ഞാൻ അല്ലാത്ത യഥാർത്ഥ ഒരു ഞാനുണ്ട്, അതാണ് സെൽഫ് എന്ന് പറയുന്നത്. പിന്നെ മഹർഷി പറയുകയാണ്, ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, സെയിം വേർഡ്സ് അല്ല ഇത്. ഡിസോൾവ് ദി അൺറിയൽ ഡാർക്ക്നെസ് പെർവേഡഡ് തോട്ട് എന്ന് മഹർഷി പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥമല്ലാത്ത അന്ധകാരം നിറഞ്ഞ ചിന്തയെ, തോട്ടിനെ അലിയിച്ച് കളയാനാണ് പറയുന്നത്. നമ്മുടെ ചിന്തയാണ് ശരിക്കും പ്രശ്നം. അൺറിയൽ ആയിട്ടുള്ള, യഥാർത്ഥമല്ലാത്ത
അന്ധകാരം നിറഞ്ഞ ചിന്തകളുണ്ടല്ലോ, അതിനെ കംപ്ലീറ്റ്ലി അലിയിച്ച് കളയാനാണ് പറയുന്നത്. വിച്ച് മീൻസ് ചിന്തകളെ ഇല്ലാതെയാക്കണം എന്നാണ് മഹർഷി പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദെൻ വൺ വിൽ സർട്ടൻലി ഷൈൻ ബൈ വൺ സെൽഫ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും സ്വയം പ്രകാശിക്കും എന്ന് പറയുന്നു. മനസ്സില്ലാതെയായാൽ ഡാർക്ക്നെസ് വിൽ സീസ്, ഇരുട്ട് ഇല്ലാതെയാകും. സഫറിങ് വിൽ എൻഡ്, കഷ്ടപ്പാടുകൾ അവസാനിക്കും. ഹാപ്പിനെസ് വിൽ സർജ് ഫോർത്ത്, സന്തോഷം ഉയർന്നു വരും. അവസാനം പറയുന്നു എക്സ്ട്രീംലി ഈസി എന്ന്, വളരെ എളുപ്പമാണെന്ന് മഹർഷി പറയുന്നത്. അയ്യേ അതിസുലഭം എന്നാണ് തമിഴിൽ എഴുതിയുള്ളത്. അപ്പോൾ അത് മുരുകനാറും പല്ലവിയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ജ്ഞാനമാർഗം ബുദ്ധിമുട്ടുള്ള പാതയല്ല, എളുപ്പമാണ്. സത്യം എന്ന് പറയുന്നത് സെൽഫാണ്, ബ്രഹ്മമാണ്, ആ ഈശ്വരനാണ് എൻ്റെ ഉള്ളിലുള്ള. അതിൽ പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സാകുന്ന ഈ ഒരു മറയുണ്ടല്ലോ, ഡാർക്ക്നെസ് പെർവേഡഡ് ആയിട്ടുള്ള മൈൻഡ് ഉണ്ടല്ലോ, അതില്ലാതെയാവും, അലിയിച്ച് കളയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സ്വയം പ്രകാശിക്കാൻ കഴിയും. ഡാർക്ക്നെസ് വിൽ സീസ്, ഇരുട്ടില്ലാതെയാകും. വിച്ച് മീൻസ് സത്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എല്ലാം തെളിയും. സഫറിങ് വിൽ എൻഡ്, ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു വിഷമം ഉണ്ടാവില്ല. ഹാപ്പിനെസ് വിൽ സർജ് ഫോർത്ത്. ഇത് വളരെ എളുപ്പമാണ് എന്ന് മഹർഷി പറയുകയാണ്. ഓൾറൈറ്റ്, അപ്പോൾ നമുക്കൊന്ന് ക്വിക്ക്ലി മെഡിറ്റേറ്റ് ചെയ്യാം. ഇന്ന് കേട്ട ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആര് എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലേക്ക് എന്താണ് വരുന്നത് എന്ന് ആദ്യം നോക്കണം. ഇവിടുത്തെ എക്സാമ്പിളിൽ ഞാനൊരു വീട്ടമ്മയാണ് എന്നല്ല പറഞ്ഞത്, അതൊരു നാമം മാത്രം. നിങ്ങളുടെ മനസ്സിലേക്ക് ഞാനെന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത് എന്ന് നോക്കണം. ഞാനൊരു വീട്ടമ്മയാണ് എന്നല്ല പറഞ്ഞത്, മനസ്സ് പറയുന്ന ഉത്തരമാണല്ലോ. അതിനെ സ്വീകരിക്കരുത്. അത് ശരീരത്തിൻ്റെ നാമമായിരിക്കാം, ചെയ്യുന്ന കർമ്മവുമായി ബന്ധപ്പെടുന്ന ഒരു നാമമായിരിക്കാം. ഇതല്ല ഞാൻ എന്ന് പറഞ്ഞ് അതിനെ തള്ളിക്കളയണം. ഞാൻ ശരീരമാണ് എന്ന ചിന്ത വരികയാണെങ്കിൽ അതും ഒരു ചിന്ത മാത്രമാണ്. ഈ പറയുന്നതൊക്കെ മനസ്സാണല്ലോ. ആ മനസ്സിനെയും ആക്സെപ്റ്റ് ചെയ്യരുത്. നേതി നേതി എന്ന് പറഞ്ഞാൽ നോട്ട് ദിസ് എന്നാണ് അർത്ഥം. ഇതല്ല ഞാൻ, ഇതല്ല ഞാൻ എന്ന് പറഞ്ഞ് ഓരോന്നിനെയും തള്ളിക്കളഞ്ഞ് മനസ്സിനെ ഉള്ളിലേക്ക് തിരിച്ചു വെച്ച് യഥാർത്ഥ ആത്മസ്വരൂപത്തെ അറിയാൻ ഉള്ള യാത്ര. ഇതറിയാൻ ശ്രമിക്കുന്ന ഞാൻ ആര്? ഇൻവെസ്റ്റിഗേറ്റ്. Who am I?
വെൻസ് എം ഐ, ആ ഞാൻ എവിടെ നിന്നാണ് ഉദിച്ചത്? ആ ഞാനിലേക്ക് തിരിയുക. Focus your attention on the I. മറ്റെല്ലാം ആകുന്നതിന് മുമ്പ് ഞാൻ സെൽഫായിരുന്നു. അതാണ് യഥാർത്ഥ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഒരു മാറ്റവുമില്ലാത്ത, ഇളക്കം തട്ടാത്ത, എക്കാലവും മാറ്റമില്ലാതെ നിൽക്കുന്ന ഞാൻ, ദാറ്റ് ഈസ് ദ സെൽഫ്. ദാറ്റ് ഈസ് ഹൂ ഐ ആം. ആ ഞാൻ എന്ന ബോധസത്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിന് സെൽഫ് അറ്റൻഷൻ എന്ന് പറയും. ഏത് സമയവും എൻ്റെ കൂടെ ഉള്ളത് ഈ ഞാൻ മാത്രം. Hold on to that I, because that is who you are. Your real nature. Who am I? അതൊക്കെ കണ്ണുകൾ തുറക്കാം. താങ്ക് യു സോ മച്ച്.